ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ മാസം അതായത് ഒക്ടോബറിൽ നടന്നിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളുടെയും സെയിൽസും കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻറ്റാണ് ഹാച്ച് ബാക്സിൻ്റേത്. ആൻഡ് നമ്മൾ ടോപ്പ് 15 ഹാച്ച് ബാക്സിൻ്റെ സെയിൽസാണ് ഇവിടെ എടുക്കുന്നത്. എന്തായാലും ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങളൊക്കെ കാണാൻ പറ്റും. ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വണ്ടികളായിരിക്കും ലിസ്റ്റിലുള്ളത്. എന്തായാലും 15th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കൈൻഡ് ഓഫ് എക്സ്പെക്റ്റഡ് ആണ്. സിട്രോയിൻ്റെ C3 ആണ് ഈ ഒരു പൊസിഷനിലുള്ളത്. കഴിഞ്ഞ മാസം 300 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത് ഒക്ടോബർ 2024. പക്ഷേ അതേസമയം നമ്മൾ സെപ്റ്റംബർ 2024 നോക്കുകയാണെങ്കിൽ അറ്റ്മോസ്റ്റ് കൺസിസ്റ്റൻസിയിൽ അവിടെ 300 വാഹനങ്ങളുടെ സെയിൽ തന്നെയാണ് ഇതിന് കിട്ടിയിരുന്നത്. അതായത് വ്യത്യാസമൊന്നുമില്ല. ആൻഡ് ഗ്രോത്ത് പെർസെൻറ്റേജ് എല്ലാം 0 ആണ്. പ്രത്യേകിച്ച് അതായത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽസാണ് ഇവർക്ക് മന്ത് ഓൺ മന്ത് ബേസിസിൽ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ പോലും സെയിൽ കുറവാണ്. ഇത് ലോ വോളിയം സെയിൽസ് വരുന്നൊരു സെഗ്മെൻ്റ് അല്ല. അറ്റ്ലീസ്റ്റ് 1000-ന് മുകളിലെങ്കിലും വിറ്റാലേ കമ്പനി എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ഇനി 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ റെനോ ക്വിഡ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 706 വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചിരുന്നത്. സെപ്റ്റംബർ 2024 691 വാഹനങ്ങൾ സെയിലായിരുന്നതിന് കിട്ടിയിരുന്നത്. 15 വണ്ടികളുടെ വ്യത്യാസവും 2.17% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പം വലിയ ഗ്രോത്ത് റേറ്റ് ഒന്നും ഇല്ല. സെയിൽസ് ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇതിന് സെയിൽ ആക്ച്വലി വളരെ കുറവാണ്. നമ്മൾ സിട്രോയിൻ്റെ C3യുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇത് അതിലും അഫോർഡബിൾ ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്നൊരു വണ്ടിയാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ആക്ച്വലി പ്രോഫിറ്റ് മാർജിൻ തന്നെ വളരെ വളരെ കുറവാണ്. അപ്പോൾ പിന്നെ 700 വണ്ടികളൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും വളരെ മോശം സെയിൽസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. ഇനി അടുത്തതായി 13th പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ MGയുടെ കൊമറ്റ് TV ആണ്. കൊമറ്റിന് കഴിഞ്ഞ മാസം 1151 വാഹനങ്ങൾ സെയിൽ ലഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷം മന്ത് ഓൺ മന്തിൽ നോക്കുമ്പോൾ ചെറിയ ഡീഗ്രോത്ത് ആണ്. കാരണം സെപ്റ്റംബറിൽ 1268 വാഹനങ്ങൾ സെയിൽസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 117 വാഹനങ്ങളുടെ വ്യത്യാസം 9.23% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി കൊമറ്റാണ്. ടോട്ടൽ 4 വണ്ടികൾക്കാണ് ഡീഗ്രോത്ത് വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും 1000-ന് മുകളിൽ ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് വാഹനം, അത് അത്യാവശ്യം വില വരുന്നൊരു വണ്ടിയാണ്. അതിന് സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഡീസൻറ്റ് സെയിൽസ് ആണെന്ന് പറയാം. ഇനി അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോ ആണ്. ഇനീഷ്യലി ഇറക്കിയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. 10,000-ന് മുകളിലൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ കാലം ചെല്ലുന്തോറും പതുക്കെ സെയിൽ കുറഞ്ഞു വരുന്ന സിറ്റുവേഷനാണ് ഈ വണ്ടിയുടെ കേസിൽ നടന്നത്. കഴിഞ്ഞ മാസം 2139 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സെപ്റ്റംബറിൽ 1708 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരുന്നത്. പറഞ്ഞു വരുമ്പോൾ മന്ത് ഓൺ മന്തിൽ ഗ്രോത്ത് ഒക്കെ ഉണ്ട്. 431 വാഹനങ്ങളുടെ വ്യത്യാസവും 25.23% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. ഇൻഫാക്ട് ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടിയും എക്സ്പ്രസോ ആണ്. പക്ഷെ എന്നാൽ പോലും മാരുതിയുടെ ഈ സെഗ്മെൻറ്റിൽ അതും അവർ മിനി SUV എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന ഈ വണ്ടി 2000-ൻ്റെ അടുത്തൊക്കെ സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇനി 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ എൽട്രോസ് ആണ്. എൽട്രോസിൻ്റെ കേസും കുറച്ച് മോശം അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ മാസം 2642 വാഹനങ്ങൾ സെയിൽസാണ് ഇതിന് ലഭിച്ചത്. സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് 2758 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരുന്നത്. 116 വാഹനങ്ങളുടെ വ്യത്യാസവും 4.21% ഡീഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി എന്ന് പറയും, അല്ലെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി എന്നും പറയാം. ഇതിനിപ്പോൾ അവർ നെക്സോണിലൊക്കെ ചെയ്ത പോലെ ഒരു പ്രോപ്പർ ഫേസ് ലിഫ്റ്റ് കൊടുത്താലേ എന്തെങ്കിലും നടപടിയാവുള്ളൂ. ഇതുപോലെ വെച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ സെയിൽ ഈ ഒരു നിലയിലേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനത്തിൻ്റെ അവസ്ഥയും സെയിം തന്നെയാണ്. ഇഗ്നിസ് ആണത്. 2663 വാഹനങ്ങളുടെ സെയിൽസാണ് കഴിഞ്ഞ മാസം ലഭിച്ചത്. സെപ്റ്റംബറിൽ 2514 വാഹനങ്ങളുടെ സെയിൽസും ലഭിച്ചായിരുന്നു. അതായത് 149 വാഹനങ്ങളുടെ വ്യത്യാസവും 5.93% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ ഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും ഈ സെഗ്മെൻറ്റിൽ നിൽക്കുന്നൊരു വാഹനം എന്ന രീതിയിൽ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചും അതുപോലെ എക്സ്റ്റർ പിന്നെയും കുഴപ്പമില്ല, 7000 റേഞ്ചിലാണ്. പക്ഷേ പഞ്ച് 15,000-ന് മുകളിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇഗ്നിസ് അപ്പോൾ 2500 റേഞ്ചിലൊക്കെ വിൽക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറവാണ്. അതുപോലെ തന്നെയാണ് 9th പൊസിഷനിൽ നിൽക്കുന്നവരുടെ സെലറിയോയും. ഇതിന് കഴിഞ്ഞ മാസം 3044 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സെപ്റ്റംബറിൽ 3241 വാഹനങ്ങളുടെ സെയിലെങ്കിലും കിട്ടിയതായിരുന്നു. 6.08% ഡീഗ്രോത്ത് റേറ്റും 197 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ലിസ്റ്റിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള ഒരു വണ്ടിയാണ് നമ്മുടെ സെലറിയോ. ഇത് പണ്ട് ഇനീഷ്യലി ഇറക്കിയ സമയത്ത് അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ തൊട്ട് സെയിൽ പതുക്കെ താഴേക്ക് വീഴാൻ തുടങ്ങി. ഇപ്പോൾ സെയിൽ ഏറ്റവും മോശം അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. 2000-3000 റേഞ്ച് ആയതുകൊണ്ട്. ഇനി അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ടൊയോട്ടയുടെ ഗ്ലാൻസി ആണ്. ഗ്ലാൻസിക്ക് കഴിഞ്ഞ മാസം 4273 വണ്ടികൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള സെയിലാണ്. സെപ്റ്റംബർ മാസത്തിൽ 3246 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1027 വാഹനങ്ങളുടെ വ്യത്യാസവും 31.64% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി നമ്മുടെ ഗ്ലാൻസ് തന്നെയാണ്. പിന്നെ അത് ബലേനോയുടെ റീബാച്ച്ഡ് ആണ് എന്ന് ആലോചിക്കുമ്പോൾ ബലേനോ തന്നെ ഒരു മാസം 16,000-17,000-ത്തിനടുത്തൊക്കെ വിൽക്കുന്നുണ്ട്. പ്ലസ് ഈ 4200-നടുത്ത് ഗ്ലാൻസ് അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ബലേനോയുടെ ടോട്ടൽ സെയിൽസ് ആണ് കൂടുന്നത്.
ഏതായാലും ഇനി 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടിയാഗോ ഓർ ടിയാഗോ EV, ടിയാഗോ CNG വണ്ടികളൊക്കെയാണ്. ഇതിന് കഴിഞ്ഞ മാസം 4682 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ട്. സെപ്റ്റംബറിൽ 4225 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 457 വണ്ടികളുടെ വ്യത്യാസം 10.82% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ടിയാഗോ അത്യാവശ്യം പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഈവൻ ദോ ഈ വണ്ടിക്ക് 2020 കഴിഞ്ഞ ഒരു പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ വണ്ടികൾ വരുന്ന പോലെ ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ഇൻഫോടൈൻ സിസ്റ്റോ അല്ലെങ്കിൽ സ്ക്രീനുകളോ ഒന്നും ഇതിൻ്റെ അകത്ത് അവൈലബിൾ അല്ല. സ്റ്റിൽ അത്യാവശ്യം നന്നായിട്ട് ടിയാഗോ വിൽക്കുന്നുണ്ട്. ഇനി 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ i20 ആണ്. i20ക്ക് കഴിഞ്ഞ മാസം 5354 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. കഴിഞ്ഞ 2 വർഷം മുന്നത്തെ സെയിൽ എടുക്കുകയാണെങ്കിൽ അൾട്രോസ് i20 ഏകദേശം കട്ടയ്ക്ക് പിടിച്ചു നിന്നിരുന്ന വണ്ടികളാണ്. പക്ഷെ എന്തായാലും ഇപ്പോൾ നമ്മുടെ i20 ലീഡ് എടുത്ത് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം 5354 വാഹനങ്ങൾ സെയിൽസാണ് ഇതിന് ലഭിച്ചത്. സെപ്റ്റംബറിൽ പക്ഷേ 4428 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 926 വാഹനങ്ങളുടെ വ്യത്യാസവും 20.91% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് തന്നെയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. സെയിലും മോശമല്ല. 5th പൊസിഷനിൽ നിൽക്കുന്ന ഹ്യുണ്ടായുടെ തന്നെ വാഹനമാണ് നമ്മുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ്. 6235 വാഹനങ്ങളുടെ സെയിൽസാണ് ഇതിന് കഴിഞ്ഞ മാസം ലഭിച്ചത്. സെപ്റ്റംബറിൽ പക്ഷേ 5103 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1132 വാഹനങ്ങളുടെ വ്യത്യാസവും 22.18% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ്. ഹ്യുണ്ടായുടെ ഹാച്ച് ബാക്സിൻ്റെ സെയിൽസ് എന്തായാലും കഴിഞ്ഞ മാസം കുറച്ചും കൂടെ പ്രോഗ്രസ് വന്നിട്ടുണ്ട് എന്ന് പറയാം. ഇനി 4th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഓൾട്ടോ കേട്ടൻ ആണ്. ഓൾട്ടോ 800 ടിപ്പില്ല, കേട്ടൻ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ മാസം ഇതിന് 8548 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. സെപ്റ്റംബറിൽ 8655 വാഹനങ്ങൾ സെയിലും കിട്ടിയതായിരുന്നു. 107 വാഹനങ്ങളുടെ വ്യത്യാസം 1.24% ഡീഗ്രോത്ത് റേറ്റ് ഒക്കെ ഉള്ളൂ. പറഞ്ഞു വരുമ്പം ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഓൾട്ടോ കേട്ടനാണ്. ബട്ട് സ്റ്റിൽ ഡീഗ്രോത്ത് ഉണ്ട്. ആൻഡ് പണ്ട് ഓൾട്ടോ എന്ന് പറയുന്ന വാഹനമായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പൊയ്ക്കൊണ്ടിരുന്ന വണ്ടി. അതിപ്പോൾ 10,000-ന് താഴെ സെയിലിലേക്ക് വന്നിട്ടുണ്ട്. 800 ഇല്ലാത്തൊരു വലിയ റീസൺ ആണ്. കാരണം കേട്ടൻ 1 ലിറ്റർ എഞ്ചിനുള്ള വണ്ടി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇനി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ വാഗണാർ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 13,922 വാഹനങ്ങൾ സെയിൽസ് ലഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബറിൽ പക്ഷേ 13,339 വണ്ടികൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 583 വാഹനങ്ങളുടെ വ്യത്യാസവും 4.37% ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. 14,000 അടുത്ത് സെയിൽ എന്ന് പറയുമ്പോൾ ഡീസൻറ്റ് സെയിലാണ്. കാരണം ഇതിനു മുന്നേയൊക്കെ വാഗണാർ 18,000-അടുത്തും 17,000-അടുത്തും 20,000-അടുത്തൊക്കെ സെയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ താഴത്തേക്ക് വീഴുമെന്ന് പറയുമ്പോൾ കുറച്ച് മോശമായിട്ട് പറയേണ്ടി വരും. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. ഒരുപാട് അങ്ങ് താഴത്തേക്ക് വീണെന്ന് പറയാനായിട്ടില്ല. ഇനി അടുത്തതായി 2nd പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ബലേനോ ആണ്. ബലേനോയ്ക്ക് കഴിഞ്ഞ മാസം 16,082 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. സെപ്റ്റംബറിൽ 14,292 വാഹനങ്ങൾ സെയിലായിരുന്നതിന് കിട്ടിയിരുന്നത്. 1,790 വാഹനങ്ങളുടെ വ്യത്യാസവും 12.52% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് സെയിൽസ് വെച്ച് നോക്കുകയാണെങ്കിലും വലിയ കുഴപ്പമില്ല. ഇതും വാഗണാർ പോലെ തന്നെ ഒരു കാലത്ത് ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ആയിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. 18,000-അടുത്തൊക്കെ സെയിൽ വന്നത്. ശരി, ഇപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ താഴത്തേക്ക് വീണു. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് പുതിയ ജനറേഷൻ വന്നു. എഞ്ചിനൊക്കെ ഒരു 3 സിലിണ്ടർ ആക്കി ഡൗൺ സൈസ് ചെയ്തു. എങ്കിൽ പോലും ആൾക്കാർ ഇഷ്ടം പോലെ വണ്ടി വാങ്ങുന്നുണ്ട്. കഴിഞ്ഞ മാസം 17,539 വാഹനങ്ങൾ സെയിൽസാണ് ലഭിച്ചത്. സെപ്റ്റംബറിൽ 16,241 വണ്ടികൾ സെയിലായിരുന്നു ലഭിച്ചിരുന്നത്. 1,298 വാഹനങ്ങളുടെ വ്യത്യാസം 7.99% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഏതായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ 15 ഹാച്ച് ബാക്സിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.